എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും ത്വം നമാമി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരുളിൻ മഹാനിദ്രയിൽ നിന്ന്. ഈ ഗംഭീര കാവ്യം രചിച്ചത് പ്രൊഫസർ മധുസൂദൻ നായരാണ്. ഈ കാവ്യം അതേ ഗാംഭീര്യത്തോടുകൂടി, അതേ സൗന്ദര്യത്തോടുകൂടി കവിയുടെ ശബ്ദത്തിൽ തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും, ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും, കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും, കാലമിടറുമ്പോഴും എന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും, ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും, കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും, കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും, ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം നിന്നിലടിയുന്നതേ. നിത്യസത്യം. എത്ര രസകരമായ ഒരു കാവ്യമാണത്. ഈ കവിത ശ്രവിച്ചാൽ ഒരുവൻ ആത്മാനുഭൂതിയിലേക്ക് താഴ്ന്നിറങ്ങും, ആണ്ടിറങ്ങും. ആ അനുഭൂതിയിലായിരിക്കും. ഇത് തികച്ചും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി മാതിരി എന്ന് വിശേഷിപ്പിക്കാമെന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശേഷിപ്പിക്കുന്നത് ഇത് ബേസ്ഡ് ഓൺ സ്പിരിച്വലിസം, തികച്ചും ആത്മാനന്ദം തരുന്ന കവിതയാണ്. ഇത് ഒരു മിസ്റ്റിക് പോയമാണ്. മിസ്റ്റിസം, ഒരു നിഗൂഢാത്മകതയുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ
യോഗാത്മദർശനമാണ് മിസ്റ്റിസിസം. ഈ പദ്യം ഒരു മിസ്റ്റിക് പോയമാണ്. ഇത് യോഗാത്മദർശനം ഉൾക്കൊണ്ടിട്ടുള്ള മനോഹരമായൊരു കവിതയാണ്. യോഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നായി ചേരുക, ഈശ്വരനുമായി ഒന്നായി ചേരുന്നതാണ് യോഗാത്മദർശനം. ഈ പദ്യവും അതിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈശ്വരനുമായിട്ട് ഒന്നായി ചേരുന്ന ഒരു അനുഭൂതി, ഒരാനന്ദം, ആ പരമമായ അവസ്ഥ, അതാണ് കവി ഈ മനോഹരമായ പദ്യത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ജീവൻ ഈശ്വരാനുഭൂതി നുകരുന്നത് തന്നെയാണ് ആ ജീവൻ്റെ പരമമായ അവസ്ഥ. പിന്നെ ആ ജീവൻ ഒന്നും നേടാനില്ല, ഒന്നും അനുഭവിക്കാനില്ല. അതുതന്നെയാണ് ആ ജീവനെ സംബന്ധിച്ചിടത്തോളം പരമമായ ആനന്ദവും പരമമായ ആരാധനയും പരമമായ ജീവിതവും. ഇത് നമ്മുടെ വേദോപനിഷത്തുകളിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് ഈ തത്വങ്ങളെ. വേദോപനിഷത്തുകൾ മാത്രമല്ല, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്, എല്ലാ സ്ക്രിപ്റ്റേഴ്സും ഇത് തന്നെയാണ് നമുക്ക് വിവരിച്ചു തരുന്നത്. ഭാഗവതമായാലും രാമായണമായാലും പുരാണങ്ങളായാലും ബ്രഹ്മസൂത്രമായാലും ഭഗവത്ഗീതയായാലും എല്ലാം ഇത് തന്നെ. ഒരു ജീവൻ എത്തണം. അർജുനൻ്റെ വിഷാദ യോഗത്തിൽ നിന്ന് തുടങ്ങി ഭഗവത്ഗീത അവസാനിക്കുന്നത് മോക്ഷ സന്യാസ യോഗത്തിലാണ്. ഇവിടെയും കവി ആ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ ഒരു നിറമുള്ള ജീവിത പീലി തന്നു എന്ന് തുടങ്ങിയിട്ട് നിന്നിൽ അടിയുന്നതോ നിത്യസത്യം, നിന്നിൽ അടിയുന്നതേ നിത്യസത്യം എന്നാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ജീവൻ പടിയായിട്ട് സാധന ചെയ്ത് ആ ഉന്നതമായ പരമമായ സത്യാനുഭൂതിയിലേക്ക് കൈവരിക്കുകയാണ് മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം. ഈ കവിതയിലൂടെ കവി മനോഹരമായിട്ട് ഈ ചെറിയ പദ്യമാണെങ്കിലും ഗഹനമായ ഉപനിഷത്ത് തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ അനുഭൂതി തലങ്ങളിലേക്ക്, പരമമായ അനുഭൂതി, പരമമായ ആത്മാനുഭൂതിയിലേക്ക് ഒരുവനെ നയിക്കുന്ന ഗംഭീര കാവ്യമാണ്, മനോഹരമായ കാവ്യമാണ് ഇരുളിൽ മഹാനിദ്രയിൽ. ഈ മനോഹരം എന്ന് പറഞ്ഞാൽ ഒരുവൻ ആ ജീവിതത്തിൻ്റെ മഹത്തായ സത്യത്തെ അനുഭൂതിയിലൂടെ അനുഭവിക്കുകയാണ്. അതാണ് ഈ പദ്യത്തിൻ്റെ സൗന്ദര്യം. ഇവിടെ കവി ആദ്യം തന്നെ തുടങ്ങുന്നത് നോക്കും. കവി മനോഹരമായിട്ടാണ് ആദ്യം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർന്നു നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇത് മനോഹരമായി ചൊല്ലേണ്ട ഒരു പദ്യമാണ്. മനോഹരമായി ചൊല്ലിയാൽ തന്നെ നമ്മൾ ആത്മാനുഭൂതിയിലേക്ക് എത്തും. അത്രയൊന്നും ഈ ഉള്ളവന് വയ്യ, പറഞ്ഞു പോവാം, അർത്ഥം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്തൊരു ഗാംഭീര്യം! ആ സത്യം ഇങ്ങനെ ഇത്രയും ലളിതമായ വാക്കുകളിലൂടെ വിളിച്ചു പറയുകയാണ് കവി. ഇരുളിൻ്റെ മഹാനിദ്രയിലാണ് നമ്മളെല്ലാം. വി ആർ അണ്ടർ ദി ഇഗ്നറൻസ്. നമ്മളിപ്പോഴും അജ്ഞാനത്തിലാണ്. അജ്ഞാനമായ ജീവിതമാണ് നമ്മുടേത്. നമുക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല. ജീവിതത്തിന് 4 അവസ്ഥകളുണ്ട്: ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരിയ. നമ്മൾ ഈ 3 അവസ്ഥകളിലൂടെയും ജീവിക്കുന്നത് ഒരുതരം ഇരുളിൽ മഹാനിദ്രയിൽ തന്നെയാണത്. സത്യത്തെ അറിയാത്ത അവസ്ഥയാണ് ഈ 3 അവസ്ഥകളും. പക്ഷേ സത്യാവസ്ഥയെ അറിയുന്നതാണ് തുര്യാവസ്ഥ അല്ലെങ്കിൽ സമാധി. അപ്പോൾ ഈ സമാധിയിലേക്കൊരു ജീവനെ ഉണർത്തി വിടുന്ന തരത്തിലാണ് ഈ കവി ഇതിനെ നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത്. ഇരുളിൽ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ എന്നെ, ഒരു ജീവനെ, ഇരുളിൻ്റെ കൂരിരുട്ടായിട്ടുള്ള അജ്ഞാനത്തിൽ നിന്ന് നീ ഉണരേ. സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിക്കഴിഞ്ഞാൽ ഈ സ്വപ്നം ഒന്നുമല്ല, സ്വപ്നമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നറിയുന്ന മാതിരി ഈ അജ്ഞാന സമുദ്രത്തിൽ നിന്ന്, അജ്ഞാന സംസാരത്തിൽ നിന്ന്,
അജ്ഞാന ജീവിതത്തിൽ നിന്ന് നീ ഉണർത്തി. ഈശ്വരനാണ് അത് ഉണർത്തിയത്. നിറമുള്ള ജീവിത പീലി തന്നു എനിക്ക്. എന്നിട്ട് എ കളർഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിത പീലി. പീലി ഇവിടെ സൂചിപ്പിക്കുന്ന ആനന്ദത്തെയാണ്, ബ്രഹ്മാനന്ദത്തെ സൂചിപ്പിക്കുന്നതാണ്. എങ്ങനത്തെ ജീവിതത്തിൽ നിന്ന്? ആനന്ദമയമായ ജീവിതം, സച്ചിദാനന്ദമായ ജീവിതം. ഈ ശരീരം മാത്രം അനുഭവിക്കുന്ന ജീവിതമല്ല, ആത്മാനന്ദം അനുഭവിക്കുന്ന ജീവിതം. അതാണ് നിറമുള്ള ജീവിത പീലി. നീ എനിക്ക് ആത്മാനന്ദം തന്നു, എന്നെ അജ്ഞാനത്തിൽ നിന്നുണർത്തി ആ പരമമായ ആത്മാനന്ദം നീ എനിക്ക് തന്നു. എൻ്റെ ചിറകിന് ആകാശവും നീ തന്നു. അവിടേക്ക് എത്താൻ എൻ്റെ ചിറകിന്, എന്തു മനോഹരമായ വരികൾ. ആകാശവും നീ തന്നു, നീ ആത്മശിഖരത്തിലൊരു കൂട് തന്നു. എൻ്റെ ചിറകിന് ആകാശം തന്നു, അത്രയും വിശാലത എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടേക്ക് എത്താനുള്ള സാധന ചെയ്യാനുള്ള കഴിവും ധൈര്യവും മനസ്സും ബുദ്ധിയും നീ തന്നു. ഒരു ജീവൻ ആത്മാവിലെത്തണമെങ്കിൽ എന്താ പറയുക, ശുദ്ധിയായ മനസ്സ് വേണം, നിർമ്മലമായ മനസ്സ് വേണം. ആ മനസ്സാണ് ഇവിടെ എൻ്റെ ചിറക്. പക്ഷിക്ക് വേണ്ടത്, പക്ഷിയുടെ പ്രധാനം ചിറകാണല്ലോ. അപ്പോൾ ആകാശം, വിശാലമായ ആകാശത്തിലൂടെ പറക്കുക. ഇവിടെ ഒരു സാധകന് വേണ്ടത് ആ ബ്രഹ്മാനന്ദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവൻ എന്ത് വേണം? ശുദ്ധിയായൊരു മനസ്സ് വേണം. അപ്പോൾ എൻ്റെ ചിറകിന് ആകാശവും നീ തന്നു, എനിക്ക് നീ ആ സാധന ചെയ്യാനുള്ള ശുദ്ധമായ മനസ്സും തന്നു. നീ ആത്മശിഖരത്തിലൊരു കൂട് തന്നു. ആ ആത്മാത്തിൻ്റെ കൊമ്പിൽ നീ എനിക്കൊരു കൂട് തന്നു എന്ന് പറഞ്ഞാൽ, നീ എനിക്ക് അവിടെ ഒരു സ്ഥലം എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ, നീ എന്നെ അതിലേക്ക് ആകർഷിച്ചു. ഇതാണ് കവി ആദ്യം പറയുന്നത്. പിന്നീട് നോക്കി നോക്കൂ, ഇത് അനുഭവിക്കുക. അപ്പം തന്നെ നമുക്ക് എല്ലാം ഇവിടെ എന്തായിട്ട് തോന്നും? ഇവിടെ ആ ആത്മാസ്വരൂപം അല്ലെങ്കിൽ ആത്മാവ്, ഈശ്വരൻ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടും. ബുദ്ധിയിൽ അറിഞ്ഞാൽ അനുഭവപ്പെടും, തത്വത്തിൽ അറിഞ്ഞാൽ പിന്നെ അത് അനുഭവിക്കാം. ഇവിടെ കവി ആദ്യം ബുദ്ധിയിലറിഞ്ഞ സ്ഥിതിയും പിന്നെ തത്വത്തിലറിഞ്ഞ സ്ഥിതിയും ആണ് വിവരിക്കുന്നത്. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. എവിടെ നോക്കിയാലും നീ തന്നെ ഈശ്വര. സകലതും ഈശ്വരമയം, സകലതും ബ്രഹ്മമയം എന്ന് പഠിപ്പിക്കുന്ന മനോഹര കാവ്യമാണിത്. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും, ഒരു പുഷ്പത്തിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. നിന്നെ നീയായിട്ടാണ് എനിക്ക് കാണുന്നത്. ആ വാക്കുകൾ, നിന്നെ നീയായിട്ട്. അവിടെ എനിക്ക് ഒരു കുഞ്ഞു പൂവായിട്ടല്ല കാണുന്നത്. ദറ്റ് ഈസ് യു ഈശ്വര, അത് നീയാണ്. തളിർ കാറ്റിൽ, അത് കാറ്റല്ല ഈശ്വര, അത് നീയാണ്. എല്ലാം ഈശ്വരമയം. ഇത്ര ലളിതമായ വരികളെ കൊണ്ടാണ് കവി നമുക്ക് സർവം ഈശ്വരമയം എന്നുള്ള ആ മഹാതത്വം വിവരിച്ചു തരുന്നത്. ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്നു പുഴയങ്ങ് വേറെ. ജീവൻ ഒഴുകുമ്പോൾ, ഈ ജീവൻ ജനിക്കുക മരിക്കുക, ജനിക്കുക ജീവിക്കുക മരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കും. സമുദ്രത്തിലെ തിരമാലകൾ പൊങ്ങുന്നു താഴുന്നു, പൊങ്ങുന്നു താഴുന്നു. അപ്പോൾ ആ സമുദ്രത്തിനൊരു കുഴപ്പമില്ല, തിരകൾ വരുന്നു പോകുന്നു. അതേമാതിരി തന്നെ ഇവിടെ അവിടെ പൊങ്ങുന്നതും താഴുന്നതും പൊങ്ങുന്നതും താഴുന്നതൊക്കെ സമുദ്രം തന്നെ, സമുദ്രത്തിലെ വെള്ളം തന്നെ. അതുമാതിരി ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ, ഒരു തുള്ളി പോലും ഒഴിയാതെ ഈ ജീവരാശി ഇങ്ങനെ ഒഴുകുകയാണ്, പ്രപഞ്ചം ഇങ്ങനെ ഒഴുകുകയാണ്. ഉണ്ടാവുന്നു, സ്ഥിതി ചെയ്യുന്നു, മരിക്കുന്നു. ഇപ്പം നമുക്ക് മുമ്പ് എത്ര കോടികൾ ഇവിടെ ജനിച്ചു, എത്ര കോടികൾ ഇപ്പോൾ ജീവിക്കുന്നു, എത്ര കോടികൾ ഇനി എത്ര കോടികൾ മരിച്ചു. അതേമാതിരി എത്ര അണ്ടകടാഹങ്ങൾ ഇവിടെ ഉണ്ടായി. അവ പോയാലും ഇപ്പം എത്ര എണ്ണം നിലനിൽക്കുന്നു, ഇനി ഇവയും പോവും, വീണ്ടും വരും. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോവാണ്. പക്ഷേ കവി കാണുന്നുണ്ട് എന്ത്? ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ
നിറയുന്നു പുഴയങ്ങ് വേറെ. ഈ പുഴയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തുള്ളികൾ നീ തന്നെ, വെള്ളം തന്നെ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒട്ടുമൊഴിയാതെ നീ തന്നെ നിറഞ്ഞു നിൽക്കുന്നു ഈശ്വര. കവി ഇവിടെ ഈശ്വര എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അർത്ഥം അത് തന്നെയാണ്. കനിവിൻ്റെ ഇരുളായി നിന്നെ പടർത്തി നീ വിരിയിച്ച ഒരാകാശമിങ്ങ് വേറെ. നിൻ്റെ സ്വഭാവം എന്താണ് ഈശ്വര? കനിവ്, കൈൻഡ്നസ്, അനുകമ്പ, സ്നേഹം. അതാണ് ജീവിതത്തിന് വേണ്ടത്. അത് പടർത്തി നീ വിരിയിച്ച ഒരാകാശം വേറെ. ഒരു അത്രയും ആകാശം എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ്. നിൻ്റെ സ്വരൂപം ആ അനുകമ്പ തന്നെയാണ്. സച്ചിദാനന്ദ സ്വരൂപത്തിന് പിന്നെ സ്നേഹവും അനുകമ്പയെ വരും. ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും നേർത്ത ഒരു അരുവിതൻ താരാട്ട് തളരുമ്പോഴും. അപ്പോൾ കവി ഇവിടെ കാണുന്നത് ഒരു കൊച്ചു രാപ്പാടി കരയുന്നതും ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നതൊക്കെ ഒരു താരാട്ടിൻ്റെ രൂപത്തിൽ. കവി ഇവിടെ എല്ലാം ആ മഹാചൈതന്യത്തെ, ഈശ്വര ചൈതന്യത്തെയാണ് കാണുന്നത്. ആ പ്രപഞ്ചശക്തിയാണ് കാണുന്നത്. കനിവിനൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലം ഇടറുമ്പോഴും നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലം ഇടറുമ്പോഴും. കല്ല് അത്രയും കഠിനതയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലും എന്തു ചെയ്യും? ഇതിൻ്റെ ഈ പ്രപഞ്ചശക്തിയുടെ അല്ലെങ്കിൽ ആ സർവേശ്വരൻ്റെ കനിവ് കൊണ്ട് അതുപോലും വളരെ മൃദുലമായിട്ടൊരു ഖനിമധുര, ഒരു പഴത്തിൻ്റെ സ്വാദായിരിക്കും നമുക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ജീവിതത്തെ സ്വാദിഷ്ടമാക്കുന്നത് അല്ലെങ്കിൽ നമുക്കതിനോട് ഇഷ്ടം തോന്നുന്നത് ആ പ്രപഞ്ച സത്യമുള്ളത് കൊണ്ടാണ്. കനിവിനൊരു കല്ല് കനിമധുരമാകുമ്പോഴും, ആ കനിവിനൊരു കല്ല് കനിമധുരമാകുമ്പോഴും കനിവ് എവിടെയുണ്ടോ, ദയ എവിടെയുണ്ടോ, അനുകമ്പ എവിടെയുണ്ടോ അവിടെ കല്ലുമാരിയുള്ള ജീവിതമാണെങ്കിലും, എന്ന് പറഞ്ഞാൽ അത്രയും കഠിനതയുള്ള ജീവിതമാണെങ്കിലും ആ ജീവിതത്തെ ഒരു പഴത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കനിയുടെ മധുരം അതിന് കിട്ടുന്നത് ഈശ്വര ചൈതന്യം അതിൽ നിറയുമ്പോഴാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര ചൈതന്യം കൊണ്ട് നമുക്ക് എല്ലാം വളരെ സ്വാദിഷ്ടമാക്കാം. നമ്മുടെ ജീവിതം കഠിനത, ഒരു കല്ലിൻ്റെ അത്ര കാഠിന്യമുണ്ടെങ്കിലും ആ ഈശ്വര ചൈതന്യത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, ഈശ്വര ചിന്തയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ആ ജീവിതം വളരെ മധുരമായിരിക്കും, മധുരം നിറഞ്ഞതായിരിക്കും, സംശയമില്ല. കാലമിടരുമ്പോൾ, ഈ കാലം എങ്ങനെ ആയിക്കോട്ടെ, എന്തൊക്കെയോ ആയിക്കോട്ടെ, അപ്പോഴൊക്കെ ഈശ്വര ചിന്തയിൽ ഒരുവൻ ചലിച്ചാൽ ആ ജീവിതം മധുരമുള്ളതായിരിക്കും, സംശയമൊന്നുമില്ല. പ്യുവർ ഓഫ് ബ്ലിസ് ആയിരിക്കും അത്. നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. സത്യമാണ് കവി ഇതിലൂടെ പറയുന്നത്. നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. ഇത് അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നുള്ള ആ മഹാവാക്യത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. നിൻ്റെ ഹൃദയത്തിൽ ഈശ്വര, നിൻ്റെ ബോധത്തിൽ ഞാൻ എൻ്റെ ബോധം കൊരുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മഹാബോധത്തിൽ ഈ ഞാനെന്ന ബോധം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവുമായി യോജിച്ചിരിക്കുന്നു. അതുതന്നെയാണ് പരമമായ സത്യവും പരമമായ ആനന്ദവും. എത്ര മനോഹരമായ സത്യം, എത്ര ലളിതമായ വാക്കുകളെ കൊണ്ടാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മിയായി മാറിയപ്പോൾ ഞാൻ ബ്രഹ്മമായി മാറി, ഞാനെന്ന ജീവൻ ബ്രഹ്മമായി മാറി. ഇങ്ങനെ നിൻ്റെ ഹൃദയത്തിൽ ഒരുവൻ്റെ ഹൃദയം കൂടിച്ചേരാൻ കഴിഞ്ഞാൽ നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. നിന്നിലാണ് അഭയം തേടേണ്ടത്. ഭയമില്ലാത്ത അവസ്ഥ അവിടെയാണ്. അത് തിരഞ്ഞു പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയമില്ലാത്ത അവസ്ഥ, എല്ലാറ്റിൽ നിന്നും ഭയരഹിതമായ ജീവിതമായിരിക്കും. കാരണം ആ പരമസത്യം നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ട് അവിടെ അഭയം എന്ന് പറഞ്ഞു? അഭയമില്ല, പിന്നെ ഈശ്വരനേ ഉള്ളൂ, ഞാനില്ല. ഈശ്വരൻ ആരെ ഭയക്കാനാണ്? ആരോട് ഭയക്കാനാണ്? ഞാനില്ല. അപ്പോൾ ഈശ്വരനേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ
നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം അലിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എൻ്റെ ഹൃദയമില്ല, നിൻ്റെ ഹൃദയമേ നീയേ ഉള്ളൂ. അപ്പോൾ ഈശ്വരനേ ഉള്ളൂ. അതുതന്നെയാണ് പരമമായ അഭയസ്ഥാനവും. നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ. ഇനി അവിടുന്ന് മാറിപ്പോരാൻ പറ്റില്ല. കാരണം പരമമായ അവസ്ഥയാണത്. ഇനി നോക്കി നോക്കൂ, അതിലും ഗംഭീരമായ വരികളാണ്. നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചാലും, ഇനി ഏത് സ്വർഗം, ഇതിൽ ഇങ്ങനത്തെ സ്വർഗം വിളിച്ചാലും എന്നെ ഇവിടുന്ന് അടർന്നു പോരാൻ എനിക്ക് കഴിയില്ല. കാരണം ഇതാണ് ഏറ്റവും വലിയ സ്വർഗം, ഇതാണ് ഏറ്റവും വലിയ ആനന്ദം, ഇതാണ് ഏറ്റവും വലിയ ജീവിതം. ഇതിനപ്പുറം വേറൊരു സ്വർഗമേ ഇല്ല. ഉരുകി നിൻ ആത്മാവിൽ ആഴങ്ങളിൽ വീണു പൊലിയുമ്പോൾ ആണ് എൻ്റെ സ്വർഗം. കവി പിന്നെയും പഠിപ്പിച്ചു തരികയാണ് നമുക്ക്. ഉരുകി നിൻ ആത്മാവിനാഴങ്ങളിൽ, ഈശ്വരൻ്റെ ആ പരമമായ ആത്മാവ്, പരമാത്മാവിൽ നമ്മൾ ഈ ജീവാത്മാവ് ഉരുകി ഇല്ലാതായിട്ട് അതിൽ നമ്മൾ ഇല്ലാതെ ആവണം. നമ്മുടെ ഈ ജീവാത്മാവ് ഉരുകി ഇല്ലാതായി ആത്മാവിൽ ലയിക്കണം. അതാണ് സ്വർഗം, അതാണ് എൻ്റെ സ്വർഗം, അതാണ് പരമമായ അവസ്ഥ. നിന്നിൽ അടിയുന്നതേ നിത്യസത്യം, നിന്നിൽ അടിയുന്നതേ നിത്യസത്യം, നിന്നിൽ അടിയുന്നതേ നിത്യസത്യം. അതാണ് നിത്യസത്യം. നിന്നിൽ അടിയണം. അലിയുക എന്നുകൂടിയല്ല കവി പറഞ്ഞിരിക്കുന്നത്, നിന്നിൽ അടിയണം. ഞാൻ നിന്നിൽ അടിഞ്ഞിരിക്കണം. പിന്നെ ഞാനില്ല, നീയേ ഉള്ളൂ, തത്വമസിയായിത്തീരും. അതാണ് നിത്യമായ സത്യം, അതാണ് സച്ചിദാനന്ദം, അതാണ് പരമാത്മാവ്. ആ പരമാത്മാവിൽ ഒരു ജീവൻ ലയിച്ചിരിക്കണം എന്നാണ് കവി നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞു തരുന്നത്. ഈ കാവ്യം വളരെ മനോഹരമായൊരു കാവ്യമാണ് ഇരുളിൽ മഹാനിദ്രയിൽ നിന്ന്. ഇത് ശരിക്കും ഒരു മിസ്റ്റിക് പോയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ ഉള്ളവൻ സാഹസപ്പെട്ടിരിക്കുകയാണ് ഇതൊന്ന് വിവരിക്കാൻ. എത്രമാത്രം വിജയിച്ചു എന്നറിയില്ല. കാരണം പ്രൊഫസർ മധുസൂദനൻ നായർ അദ്ദേഹം ഒരു മിസ്റ്റിക് പോയറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ കാവ്യവും നാറാണത്ത് പ്രാന്തനും മായിയമ്മയും ഇതൊക്കെ വായിച്ചവർക്കറിയാം ആത്മാവിനെ പറ്റി തന്നെ അദ്ദേഹം പറയുന്നത് ഈസ് റിയലി എ മിസ്റ്റിക് പോയറ്റ്, സംശയമൊന്നുമില്ല. അപ്പോൾ മധുസൂദനൻ നായർ സാർ അത് പാടുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ആത്മാനുഭൂതി ഇങ്ങനെ നിറയുകയാണ് മനസ്സിൽ. എന്തായാലും അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.